ഇന്ന് നമുക്ക് പപ്പടത്തോരൻ ഉണ്ടാക്കാം. പപ്പടത്തോരൻ ഉണ്ടാക്കാൻ ആദ്യം പപ്പടം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇപ്പം വെളിച്ചെണ്ണ പാനിലൊഴിച്ച് ചൂടാകുമ്പോൾ അതിലിട്ട് വറുത്ത് കോരുക. പപ്പടമെല്ലാം നന്നായിട്ട് വറുത്ത് കോരിയതിന് ശേഷം, അല്ലെങ്കിൽ വലിയ പപ്പടം വറുത്തിട്ട് ഒന്ന് പൊടിച്ചാലും മതി. പക്ഷേ അതിനെക്കാട്ടും നല്ലതാണ്, പൊടിക്കുമ്പോൾ ചിലതൊക്കെ അങ്ങ് ഒത്തിരി പൊടിയായി പോകത്തില്ലേ. പിന്നെ എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചെറിയ ഉള്ളിയോ സവാളയോ, ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്, കൊത്തിയരിഞ്ഞത് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി പൊടിയായിട്ടിരുന്നത് എല്ലാം കൂടെ ചേർത്ത് വീണ്ടും വഴറ്റുക. കറിവേപ്പില ചേർത്ത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കും. അതും കൂടി ഇടുക. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി തേങ്ങയുടെ പച്ചമുളക് എല്ലാം മാറുന്നത് വരെ ഇളക്കുക. ഒരു കളറിന് വേണ്ടി നമ്മളൊരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് അതിലേക്ക് ഉപ്പും ചേർക്കുക. ഉപ്പ് ഒത്തിരി ചേർക്കുക. പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഇതിനധികം ഉപ്പ് ചേർക്കണ്ട, ഒത്തിരി ചേർത്താൽ മതി. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന പപ്പടവും കൂടി ഇട്ട് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. പപ്പടത്തോരൻ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം.